CPM മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് BJP നേതൃത്വം പ്രഖ്യാപനം നടത്തുമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഏറെ നാളായി ഇത്തരം അഭ്യൂഹങ്ങൾ വായുവിലുണ്ട്. പക്ഷേ അത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ രാജേന്ദ്രന്റെ BJP പ്രവേശനം ഉണ്ടാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീജ, തീർച്ചയായും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ രാജേന്ദ്രൻ BJP പങ്കാളിയാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപ് BJP നേതാക്കളുമായൊക്കെ ചർച്ച നടത്തിയെന്നൊക്കെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും BJPയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നിഷേധിച്ചിരുന്നു. കാലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാജേന്ദ്രൻ CPMമായി അകലുന്നത്. അന്ന് രാജയുടെ ദേവികുളത്തെ നിലവിലെ MLA രാജയുടെ പ്രചരണത്തിൽ രാജയെ പരാജയപ്പെടുത്താൻ വേണ്ടി എസ് രാജേന്ദ്രൻ പരിശ്രമിച്ചു എന്നൊരു ആരോപണം ഉയരുകയും തുടർന്ന് അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്യുമായിരുന്നു. തുടർന്ന് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. CPM ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള ആരോപണങ്ങളുണ്ടായി. ഒപ്പം മൂന്നാറിലെ പ്രാദേശിക നേതൃത്വത്തിനൊക്കെ എതിരെ രാജേന്ദ്രൻ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്നെ ഒതുക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ രാജേന്ദ്രൻ ഉയർത്തിയിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്നുള്ളൊരു സൂചനയും പലതവണ ഉണ്ടാകുകയും ചെയ്തു. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പലതവണ ഉയർന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ രാജേന്ദ്രൻ അന്നത്തെ ഇടുക്കിയിൽ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായ ജോസ് ജോർജിന്റെ പ്രചരണാർത്ഥം മൂന്നാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ LDFന്റെ വേദിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ആരോപണങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. BJPയിലേക്ക് പോകും, BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് കഴിഞ്ഞ തവണ ഈ ഇത്തരത്തിലൊരു വേദിയിൽ LDFന്റെ വേദിയിൽ പങ്കെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. എന്നാൽ അന്ന് രാജേന്ദ്രന്റെ പ്രത്യേകിച്ച് ജോസ് ജോർജിന്റെ പ്രചാരണത്തിനായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. മറ്റ് ആളുകളുമായി വോട്ട് എത്തിക്കാനൊന്നും അദ്ദേഹം ഇറങ്ങിയിരുന്നില്ല. LDFന്റെ ഒരു പ്രചാരണ വേദിയിൽ പങ്കെടുത്തുന്നുള്ള മറ്റ് നടപടികളിലേക്ക് ഒന്നും നീങ്ങുന്നില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ CPM നിന്ന് അകത്ത് നിൽക്കുന്ന രാജേന്ദ്രൻ BJPയിലേക്ക് എന്നുള്ള കൃത്യമായ സൂചനയാണ് നൽകുന്നത്. സംസ്ഥാന നേതൃത്വമായി BJP സംസ്ഥാന നേതൃത്വമായി സംസാരിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചിരിക്കുന്നു. ഉടൻ തന്നെ അത്തരത്തിൽ ഒരു കൃത്യമായ ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകും. മൂന്നാറിൽ വെച്ച് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. തരത്തിലുള്ള ഒരു സൂചനയാണ് രാജേന്ദ്രൻ നൽകുന്നത്. എന്തായാലും രാജേന്ദ്രനെ സംബന്ധിച്ചോളം ദേവികുളത്തെ മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ കൃത്യമായ ഒരു സ്ഥാനമുള്ള നേതാവാണ്, പ്രവർത്തകരാണ്, വലിയ തൊഴിലാളികളുടെ വലിയ പിന്തുണയുള്ളൊരു നേതാവാണ്. എന്തായാലും രാജേന്ദ്രൻ BJPയിലേക്ക് കടന്നു വരുന്നത് BJP ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന സൂചന കൂടി രാജേന്ദ്രൻ തരുന്നുണ്ട്. ശരി, ഫ്രണ്ട്സാണ് വിവരങ്ങൾ നൽകിയത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് നിർണായക വഴിത്തിരിവിലെത്തി നിൽക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുകയാണ്. തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് AK ബാലൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങളും ചർച്ചയ്ക്ക് വരുമെന്നാണ് കരുതുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.